ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലുള്ള 11 പേരിൽ 5 പേരുടെ നില ഗുരുതരം. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ 14 ലക്ഷം രൂപ ധനസഹായം നൽകും. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാം ഘട്ട തിരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം. ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മരിച്ചത്. അപകടത്തിനിരയായവരുടെ 9 മൃതദേഹങ്ങളിൽ നിന്നും 8 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞതായി തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. 4 പേരെ കാണാതായതായി ബന്ധുക്കൾ ഇതിനകം വിവരം നൽകിയിട്ടുണ്ട്. മൃതദേഹങ്ങളിൽ നിന്നും അപകട സ്ഥലത്ത് നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങളിൽ നിന്നും DNA സാമ്പിൾ ശേഖരിച്ചതായും കളക്ടർ വ്യക്തമാക്കി. 4 ദിവസത്തിനകം DNA പരിശോധനാ ഫലം ലഭിക്കുമെന്നും കളക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പലരും ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് വെന്റിലേറ്ററിലായിരുന്ന പ്രവീൺ എന്ന വ്യക്തി കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നിരിക്കുകയാണ്. 11 പേരാണ് നിലവിൽ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. 5 പോസ്റ്റ്മോർട്ടങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ 3 മൃതദേഹങ്ങൾ വിട്ടു നൽകിയതായും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണ ചുമതല. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരമുള്ള തുകയ്ക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും അനുവദിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കും. അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തെ സംബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സാഹചര്യത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം ചടങ്ങുകളോടെ നടത്തണമെന്ന് പറഞ്ഞാൽ ആചാരവും ജനങ്ങളുടെ വികാരവും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം ചടങ്ങുകളോടെ നടത്താം എന്ന നിലപാടിലാണ് തിരുവമ്പാടി ദേവസ്വം ഉള്ളത്. സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ അറിയിച്ചു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാം ഘട്ട തിരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും പശ്ചിമബംഗാളിലെ 152 മണ്ഡലങ്ങളിലേക്കുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകുന്നേരം 6 മണിവരെ നീളും. ഇരു സംസ്ഥാനങ്ങളിലെയും എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് നാളെ വേതനത്തോടു കൂടിയ അവധി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
डोमेस्टिक एलपीजी की सप्लाई नॉर्मल है और किसी भी डिस्ट्रीब्यूटर पर कोई ड्राई आउट रिपोर्टेड नहीं है। लगभग 94% सिलेंडर्स की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है। कल 45 लाख के करीब बुकिंग हुई, जिसके सापेक्ष लगभग 51 लाख डोमेस्टिक एलपीजी सिलेंडर्स की डिलीवरी की गई है। ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾ പിടിച്ചെടുത്തതായി ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ്. കപ്പലുകൾ പ്രാദേശിക ജലാതിർത്തി ലംഘിച്ച് ഇറാന്റെ അനുമതിയില്ലാതെ ജലപാതയിൽ നിന്ന് പുറത്തുകടക്കാൻ ശ്രമിച്ചതായും IRGC ആരോപിച്ചു. മേഖലയിൽ താൽക്കാലിക വെടിനിർത്തൽ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇറാന്റെ പ്രകോപന നീക്കം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയായി. രാജ്യത്തെ നടുക്കിയ ഈ ക്രൂരകൃത്യത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അതിശക്തമായ സൈനിക നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9ഓളം ഭീകര ക്യാമ്പുകൾ തകർത്തതിനു പുറമെ 100-ലധികം ഭീകരരെ വധിക്കാനും ഈ സൈനിക നീക്കത്തിലൂടെ സാധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 2027 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാകും. ഇതിലൂടെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ വ്യക്തികൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനാകും. se.census.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ലഭിക്കുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറാവുന്നതാണ്. ജൂൺ 30-നകം സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. കണ്ണൂർ അഞ്ചരക്കട്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളത്തേക്ക് മാറ്റി. MK റാം, സംഗീത നമ്പ്യാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നാളത്തേക്ക് മാറ്റിയത്. പാലക്കാട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് ജില്ലയിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വാട്ടർ അതോറിറ്റിയുടെ പാലക്കാട് PH ഡിവിഷന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും പരാതികളാണ് സ്വീകരിക്കുക. ചൂട് കൂടിയ സാഹചര്യത്തിൽ ജലവിതരണം കാര്യക്ഷമമായി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. 34 പഞ്ചായത്തുകളിലെയും 2 നഗരസഭകളിലെയും ഉപഭോക്താക്കളുടെ പരാതികൾ കൺട്രോൾ റൂം കൈകാര്യം ചെയ്യും. ജില്ലയിലെ വർദ്ധിച്ച ചൂട് പലയിടത്തും ജലക്ഷാമം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഡാമുകളിലും ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ്. ഈ സാഹചര്യത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ കനത്ത ചൂട് തുടരും. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെയാണ് നേരിടുന്നത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലുള്ള 11 പേരിൽ 5 പേരുടെ നില ഗുരുതരം. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ 14 ലക്ഷം രൂപ ധനസഹായം നൽകും. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാംഘട്ട തിരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം. ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.